ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളേജ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള വഴികളാണ്. അത് ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വഴികളല്ല. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സമയമാകുമ്പോൾ നല്ല രീതിയിൽ പൈസ കിട്ടാൻ പറ്റുന്ന 2 ആൽഫ പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ആൽഫ പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പോസ് ഈഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സോസോ വാല്യൂ എന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് സീസൺ 2 POW എന്നില്ലെങ്കിൽ പ്രൂഫ് ഓഫ് വർക്കിൻ്റെ സീസൺ 2 എയർ ഡ്രോപ്പ് അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. ക്വാർട്ടർലി 1 of 2026 ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടും. നമുക്ക് എനഫ് ടൈമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റുകളിലൊക്കെ കയറി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പൈസ ഇട്ടിട്ട് മാത്രമല്ല ക്രിപ്റ്റോയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കും ഈ ഒരു വീഡിയോ ആയി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോസ് ഈഡൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക, അതേപോലെ തന്നെ നിങ്ങളൊരു ഇൻഫ്ലുവൻസറോ ഇല്ലെങ്കിൽ ബ്ലോഗറോ ഒരു കാര്യങ്ങളോ ആവാനില്ല, ഇതിൽ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ എത്രത്തോളം ഇതിൽ ആക്റ്റീവ് ആവുന്നോ അത്രത്തോളം റിവാർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ പോസിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എന്താണ് എന്നുള്ളൊരു കാര്യം, അവർ എത്രത്തോളം ഫണ്ടിങ് ആണ് റേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 50 million സീഡ് ഫണ്ടിങ് ആണ് ഈ ഒരു പ്രൊജക്റ്റിന് ഇപ്പോൾ റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 50 million എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂജ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടാൻ പറ്റിയ പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പിൽ നമുക്ക് നല്ല നല്ല വലിയ പ്രൊജക്റ്റുകളുണ്ട്, ചെറിയ പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാം ഒരുപാട് പൈസ കിട്ടുന്നതെന്ന് പ്രതീക്ഷയൊന്നും വേണ്ട. എന്നാലും നമ്മൾ വർക്ക് ചെയ്തതിനുള്ളൊരു ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് പോസിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ പോസിഡൻ ഈസ് എ ഡീസെൻട്രലൈസ്ഡ് ഡാറ്റ ലെയർ ദാറ്റ് പ്രൊവൈഡ് AI ഡെവലപ്പേഴ്സ് വിത്ത് ആക്സസ് ടു ഹൈ ക്വാളിറ്റി ലീഗലി ലൈസൻസ്ഡ് ട്രേഡിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇവർക്ക് ഒരു ഡാറ്റ ആയിട്ട് കൊടുക്കുന്നത്. എത്രത്തോളം വോയിസ് ഇല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ വായിച്ചു കൊടുക്കുന്നു അത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ഇല്ലെങ്കിൽ ഒരു പോയിന്റ്സ് ആയിട്ട് ഇവിടെ കയറും. അത് ഫ്യൂച്ചറിൽ നമുക്കൊരു എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാനുള്ളൊരു കാര്യമാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കപ്പ് ഒക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഈ പ്രൊജക്റ്റിൽ കയറും. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് കയറേണ്ടത്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം ഡീറ്റെയിലും നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ക്രിപ്റ്റോ റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ എടുക്കാം. ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ 15 million ഫണ്ടിങ് തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ട് മാറാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് എത്തിക്കണമല്ലോ. അപ്പോൾ പോസിഡൻ ഈസ് എ ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ഡെവലപ്പേഴ്സ് ആൻഡ് ഹൈ ക്വാളിറ്റി ലീഗൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്രിയേറ്റ് ബൈ ദ സ്റ്റോറി ടീം. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്നൊക്കെ ഒരുപാട് പ്രോഫിറ്റ് ആണ് ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് പോസിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് സോൾവ് പ്രഷ്യൂസ് ഇഷ്യൂസ് ഓഫ് IP സേഫ് ഡാറ്റ സെറ്റ് ബൈ യൂസിങ് സ്റ്റോറി പ്രോഗ്രാമബിൾ IP ടൂൾസ് ആൻഡ് ടെമ്പർ പ്രൂഫ് രജിസ്റ്ററി. ദ പ്ലാറ്റ്ഫോം ഇൻസെൻറ്റീവ് ബോത്ത് ക്രിയേറ്റർ ആൻഡ് ഡാറ്റ കോൺട്രിബ്യൂട്ടർ ഫോസ്റ്ററിങ് എ ന്യൂ ഡിജിറ്റൽ എക്കണോമി ബേസ്ഡ് ഓൺ ദ ട്രസ്റ്റഡ് ഡാറ്റ ഓണർഷിപ്പ് ആൻഡ് ഫെയർ യൂസേജ് എന്നുള്ളൊരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആൾറെഡി ടെലിഗ്രാം ചാനലിലുള്ള എല്ലാവരും കയറിയിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. അതേപോലെ തന്നെ ഒരു വാലറ്റ് കണക്ഷനും ഉണ്ടാവും. അപ്പോൾ വാലറ്റ് കണക്ഷനും ജിമെയിലും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ വന്ന ഉടനെ തന്നെ ഇങ്ങനെയുള്ളൊരു ക്യാമ്പയിൻ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഇവർക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. എത്രത്തോളം വോയിസ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നു, ചിലതിലൊക്കെ കുറച്ച് ലിമിറ്റ് ഒക്കെ ഉണ്ടാവും. ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുകയാണ് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജോയിൻ കൊടുക്കുന്നുണ്ട്. ജോയിൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ 50 പോയിന്റ്സ് ആണ് ഇംഗ്ലീഷിൻ്റെ ഒരു വോയിസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് കിട്ടുന്നത്. അപ്പോൾ ഇത് റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഡിസ്കവറിൽ വരിക, തൊട്ട് താഴോട്ട് വന്ന് പറഞ്ഞാൽ അതർ ലാംഗ്വേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അതർ ലാംഗ്വേജിൽ നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് അതിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു നേറ്റീവ് ആയിട്ടുള്ള പ്ലേസുകൾക്ക് കൂടുതൽ റിവാർഡ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റഷ്യൻ ഒന്നും നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസമായിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 250 പോയിന്റ്സ് ആണ് ഇവിടെ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയൊക്കെ അറിയുന്നവർക്ക് ഹിന്ദിയും വായിക്കാം. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് വെറുതെ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ 50 പോയിന്റ്സ് ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ 250 പോയിന്റ്സ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ലീഡർ ബോർഡും
ആൾറെഡി തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രത്തോളം ലീഡർ ബോർഡിലാണ്, ഞാൻ തന്നെ 23,000K ലീഡർ ബോർഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും മേലെ ടോപ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ സെഷൻ കാണാൻ പറ്റും. ഈ ഒരു പ്രൊഫൈൽ സെഷനിൽ നിങ്ങൾക്ക് എല്ലാ സോഷ്യൽസും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ 2135 പോയിന്റ്സ് ഉണ്ട്. ഞാൻ വെറും 6 ക്യാമ്പയിനിൽ മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ പ്രൊഫൈൽ സെഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ ലാംഗ്വേജ് ആണ് എന്നുള്ളൊരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടി അവരോട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ സെറ്റിംഗ്സിൽ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പേര് എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ എല്ലാ ഡീറ്റെയിലും നിങ്ങൾ ആഡ് ചെയ്താൽ മാത്രം മതി. ഇവിടെ വേറെ ഒരു ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള ടാസ്കുകളില്ല. നിങ്ങൾ എത്രത്തോളം ഇതിൽ എന്ത് ചെയ്യുന്നോ, ഈ ഒരു വോയിസ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ക്ലിയർ ആക്കുന്നു, അത്രത്തോളം പ്രോഫിറ്റ് ആണ് ഈ ഒരു പ്രൊജക്റ്റ്, ഇല്ലെങ്കിൽ അത്രത്തോളം പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുമില്ല, അവിടെ നിന്ന് സ്റ്റാർട്ട് ക്യാമ്പയിൻ കൊടുക്കുക. അപ്പോൾ അവർ ഒരു പെർമിഷൻ ചോദിക്കും, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവർ നമുക്ക് എന്താണോ വായിച്ച് കൊടുക്കേണ്ടത് ആ ഒരു പ്രോംപ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഐ വാണ്ട് ടു ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് കൊടുത്തിട്ട് ഐ വാണ്ട് ടു ചെക്ക് ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് മൈ ലോൺ ആപ്ലിക്കേഷൻ സിൻസ് ഇറ്റ്സ് ബീൻ കപ്പിൾ ഓഫ് വീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എത്ര പ്രാവശ്യം ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഇംഗ്ലീഷിലൊക്കെ 4 പ്രാവശ്യമാണ്, മേ ബി അത് 20 പ്രാവശ്യം പല വേറെ ക്യാമ്പയിനിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഇനി അടുത്ത പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സോസോ വാല്യൂവിൻ്റെ സീസൺ 2 എയർ ഡ്രോപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ലിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോക്കൺ $0.6 ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എയർ ഡ്രോപ്പ് കിട്ടുകയാണെങ്കിൽ കുറച്ച് ടോക്കൺ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് വളരെയധികം പ്രോഫിറ്റ് കിട്ടാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമും ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എത്ര EXP പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, ഒരു ടോക്കൺ റിവാർഡായിട്ട് കിട്ടുന്നത്. ഇതിന് എനഫ് ടൈം നിങ്ങൾക്ക് ഉണ്ട്. ഇതിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ ലിങ്കും ഞാൻ എവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുവരെ കയറാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറാം. ആൾറെഡി ഇതൊരു മുമ്പ് വന്നിട്ടുള്ള പ്രൊജക്റ്റാണ്, എയർ ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അന്ന് $30-40 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്യാൻ നോക്കുക. ഈ ഒരു ESP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം ESP ആയിരുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ലിങ്ക് വെച്ച് കയറി പറഞ്ഞാലും നമുക്ക് അവിടെ കൂടുതൽ പോയിന്റ്സ് കിട്ടും. ഇപ്പോൾ റീസെൻ്റ്ലിയൊക്കെ റെഫർ ചെയ്ത് കയറ്റി എന്ന് പറഞ്ഞാൽ 30,000-40,000 പോയിന്റ്സ് ആണ് അവർ റെഫർ റിവാർഡായിട്ട് ബോത്ത് ആൾക്കാർക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു V2 ലെവലൊക്കെ വരാം. ചിലവർ ചോദിക്കുന്നുണ്ട് ഇത് എന്താ ഇൻഫ്ലുവൻസേഴ്സിനല്ലേ കൂടുതലും ഉപകാരമുള്ളൂ എന്നുള്ളൊരു കാര്യം. അങ്ങനെയല്ല, നിങ്ങൾ ഇവിടെ ഡെയിലി ചെക്കിനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടർ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് സെക്ഷൻ ഉണ്ട്. ഇത് ഡെയിലി ഓരോരോ ടാസ്ക് വരും. ഈ ഡെയിലി ടാസ്കും ഈ സ്റ്റാർട്ടർ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റാർട്ടർ ടാക്കിൽ എനിക്ക് 2 മാത്രമാണ് ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ ടൈം ലിമിറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ടാസ്കുകളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ടാസ്കുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്വാർട്ടർലി 1 of 2026 ഇതിൻ്റെ എയർ ഡ്രോപ്പ് തരാൻ പോകുന്നത്. അപ്പോൾ അത്രത്തോളം എനഫ് ടൈം നമുക്കുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു പോയിന്റ്സ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് 9,20,000 പോയിന്റ്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ ടാസ്കുകൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയുന്നത്. അതേപോലെ തന്നെ V2 ലെവലിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ അഫിലിയേറ്റ് ചെയ്യാൻ പറ്റും. അഫിലിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ സോഷ്യൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് വെച്ച് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഈ ESP ടോട്ടൽ പോയിന്റ്സ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ ആൾറെഡി മുമ്പ് തന്നെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 1 million ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, റെഗുലർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 2026 ആകുമ്പോൾ ക്വാർട്ടർലി 1 of 2026 നിങ്ങൾക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ അപ്ഡേറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എവിടെയാണ് കയറേണ്ടത്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മറക്കാതെ തന്നെ കയറുക. ടെലിഗ്രാം ചാനലിൽ ഞാൻ ഈ പ്രൊജക്റ്റൊക്കെ മുമ്പ് തന്നെ ഈ ഓരോരോ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് ലാഗ് ആയിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനലിൽ കയറുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ഫ്യൂച്ചറിൽ പല കാര്യങ്ങൾ ക്രിപ്റ്റോൻ്റെ പല കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ സ്കാം ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ ഒന്ന് ഫോളോ അപ്പ് വെച്ചോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.